ഉടമ്പടി ദൈവത്തിൻ്റെ വചനം തെറ്റിച്ച് ജീവിക്കുമ്പോൾ, ഉടമ്പടി ബ്രേക്ക് ആകുമ്പോൾ നമ്മൾ പാപാവസ്ഥയിൽ വരുന്നു. പിന്നെ അതിനെ റീഫണ്ട് ചെയ്യാൻ, അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നമുക്ക് പിന്നെ അടുത്ത ആൻറ്റി വെനമെന്ന് പറഞ്ഞ സംഭവം എന്താണ്? ഉടമ്പടി പാലിച്ചുകൊണ്ട് ദൈവവചനം നിറവേറ്റുന്നതാണ് ഇതിനെ അതിജീവിക്കാനുള്ള തന്ത്രം. അതാണ് എപ്പോഴും ഉടമ്പടിയിൽ നിന്ന് ദൈവം മാറാത്തതിൻ്റെ കാരണം അതാണ്. ഉടമ്പടി ഒരേ സമയം തന്നെ ആഹാരവുമാണ്, മരുന്നുമാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 നന്ദി യേശുവേ, ആരാധന, ആരാധന, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പക്ഷെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാലേ, ചില ആൾക്കാരോട് ഉടമ്പടി എടുത്താൽ തന്നെയും ദൈവം അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല, ആക്ടിവേറ്റ് ആക്കത്തില്ല, ഇല്ലേ? ആക്ടിവേറ്റ് ആക്കത്തില്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഉടമ്പടി ആർക്ക് വേണമെങ്കിലും എടുക്കാൻ വന്ന് ഇടിച്ചു തല്ലി എടുക്കുകയോ, നേരത്തെ പോകാൻ വേണ്ടി ബഹളം ഉണ്ടാക്കുകയോ, വണ്ടിക്കാരെ വിളിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ കൗണ്ടറിനെ ഭീഷണിപ്പെടുത്തുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഉടമ്പടിക്കൊക്കെ എടുക്കാം, പക്ഷേ ആക്ടിവേഷൻ ആക്കുന്നത് വേറെ പ്രിൻസിപ്പിളാണ്. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഉടമ്പടിയിൽ ആദ്യമേ തന്നെ കയറി ഞാനങ്ങ് സാക്ഷ്യം പറയത്തില്ല, പിന്നെ അവിടെയൊക്കെ ഒന്ന് ആൾക്കാരെ വിളിച്ചു പോകാനാ, വല്ല പണിയൊന്നുമില്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഉടമ്പടി എടുക്കണമെങ്കിൽ ദൈവം അത് ആക്ടിവേറ്റ് ആക്കത്തില്ല. കാര്യം ഈ പന്നി വയറ്റിപ്പഴപ്പിന് വേണ്ടി മാത്രം കയറി വന്നിരിക്കുന്നതാണ്, ദൈവത്തിന് പണി കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ദൈവത്തിനെ മഹത്വപ്പെടുത്തുക, മറ്റുള്ളവരെ വിശ്വാസത്തേക്ക് വളർത്തുക, അതൊന്നും ഇവരുടെ പരിപാടിയല്ല. ഇവരുടെ പരിപാടി സ്വന്തം വയറ്റിപ്പഴപ്പ് മാത്രമേ ഉള്ളെന്ന് പറഞ്ഞാൽ ഈ സാധനം ആക്ടിവേറ്റ് ആക്കത്തില്ല. കാര്യം എന്താണ്? ഉടമ്പടി എടുക്കാത്തത് ഇതിന് തുല്യമായിട്ട് നിൽക്കും സാധനം. കാര്യം അവസരം എന്നാണ്. അതാണ് അവസരം. 12:17 എന്താ പറയണത്? അനുദപിക്കാൻ അവസരം നൽകിയില്ല. എന്നുവെച്ചാൽ അവസരം നൽകേണ്ടത് ആരാണ്? അവസരം നമുക്ക് നൽകേണ്ടത് ആരാണ്? ദൈവമാണ്. അതാണ് പ്രശ്നം. ഈ അവസരത്തിനൊത്ത് വളർന്നില്ലെങ്കിൽ ആ ദൈവം അത് ആക്ടിവേറ്റ് ആക്കത്തില്ല. ആദത്തിൻ്റെ പരിപാടി എന്താ? ആദത്തിനോട് ചോദിച്ചു, ഈ കക്ഷി ഉടമ്പടി ബ്രേക്ക് ചെയ്തല്ല. അപ്പം ദൈവം ചോദിച്ചത് എന്താണ്? നീ എവിടെയാണെന്ന് ചോദിച്ചു, അത്രയേ ഉള്ളൂ. വേറെ ഒന്നും ചോദിച്ചില്ല. ഉൽപ്പത്തി 3:9 എടുത്ത് അവിടുന്ന് പുരുഷനെ വിളിച്ച് ചോദിച്ചു. അവിടുന്ന് പുരുഷനെ വിളിച്ച് പറഞ്ഞു. അവിടുന്ന് പുരുഷനെ വിളിച്ച് ചോദിച്ചു. നീ എവിടെയാണ്? ഓക്കെ, ക്ലിയർ, തീർന്ന്. ചോദ്യം ഇത്രയേ ഉള്ളൂ, നീ എവിടെയാണ്? പക്ഷേ ഈ ദൈവത്തിന് അറിയാം നീ എവിടെ ആയിരിക്കേണ്ടതവനാണെന്ന് പറഞ്ഞുകൊണ്ട് അത് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. പറഞ്ഞു കൊടുക്കത്തില്ല. കാര്യം എന്താണ്? അയാൾ മനസ്സാന്തപ്പെട്ടിട്ട് ദൈവത്തെ കഞ്ഞി വെക്കേണ്ട കാര്യമില്ല. കാര്യം അവൻ ചെയ്തിരിക്കുന്ന തിന്മയ്ക്ക് പകരം ദൈവം റീഫണ്ട് ചെയ്യാൻ വേണ്ടി ആൾക്കാരെ എല്ലാം നിശ്ചയിച്ചു കഴിഞ്ഞു. മാതാവ് മനസ്സിൽ മാനസപുത്രിയെ പോലെ ജനിച്ചു. ഈശോയുടെ പരിശോധനത്തെക്കുറിച്ച് ദൈവം പ്ലാനിട്ടു. അപ്പോൾ ഈ പന്നി ഇനി മാനസാന്തപ്പെട്ടിട്ട് ദൈവമൊന്നും കാണിക്കാനില്ല. ഇവിടെ എന്താ പ്രശ്നം? നീ എവിടെയാണെന്നാണ് ആദത്തിനോട് ചോദിക്കുന്നത്. പക്ഷേ ദൈവത്തിനറിയാം ഇവൻ എവിടെ ആയിരിക്കേണ്ടവനാണ്, എവിടെയാണ് ആകേണ്ടതെന്ന് ദൈവത്തിന് അറിയാം. ആ സ്ഥലം ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതിയായിരുന്നു, ആദം തിരിച്ചു വന്നേനം. പക്ഷെ അനുദപിക്കാൻ അവന് അവസരം കൊടുത്തില്ല. എന്താ? ആദം എവിടെ ആയിരിക്കണം? അപ്പോൾ എബ്രഹാത്തിനെ വിളിച്ചപ്പോൾ ദൈവം പറഞ്ഞു, മകനെ, ഞാൻ നിൻ്റെ ദൈവമാണ്, നീ എവിടെ ആയിരിക്കണമെന്ന് ഞാൻ പറയാം. നീ എവിടെ ആയിരിക്കണം? നീ എൻ്റെ മുമ്പിലായിരിക്കണമെന്ന്. കൈയടിച്ച് കർത്താൻ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉൽപ്പത്തി 17:1 അബ്രാമിന് അബ്രാമിന് 99 വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുളി ചെയ്തു, സർവശക്തനായ ദൈവമാണ് ഞാൻ, എന്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. അതായത് ആദത്തിനോട് ഇത് പറയാമായിരുന്നു. എന്താണ്? നീ കുറ്റമറ്റവനായിട്ട് വ്യാപരിച്ചാൽ എൻ്റെ മുമ്പിൽ നിനക്ക് വ്യാപരിക്കാൻ പറ്റുമെന്ന്. അപ്പം ആദത്തിനോട് എവിടെയാണെന്നേ ചോദിച്ചുള്ളൂ. പക്ഷേ എവിടെയാണ് ആയിരിക്കണമെന്ന് ദൈവത്തിൻ്റെ കയ്യിൽ ഉത്തരവുണ്ട്. പക്ഷേ ഈ പാവത്തിനോടത് പറയണില്ല. പക്ഷേ എബ്രാഹത്തിനോട് പറഞ്ഞു. എന്താ കാര്യം? എബ്രാഹം വിശ്വസിക്കുമെന്നും ഉടമ്പടി പാലിക്കുമെന്നും ദൈവത്തിനറിയാം. എൻ്റെ ദൈവപൈതലെ,
ദൈവത്തിൻ്റെ വചനം ആര് പാലിക്കുമെന്ന് ദൈവത്തിന് അറിയാമെങ്കിൽ ആ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നിനക്ക് അനുദപിക്കാൻ അവസരം നൽകണത്. കൈയടിച്ച് ശ്രദ്ധിക്കണ. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരാധന. ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. അനുഗ്രഹ നദി പോലെ ഒഴുകും അനുഗ്രഹ നദി പോലെ ഒഴുകും കൃപയുടെ വഴികളിൽ സഞ്ചരിച്ചിന പ്രാർത്ഥനാവരമേകും സ്നേഹനാഥേ കൃപയുടെ വഴികളിൽ സഞ്ചരിച്ചിന പ്രാർത്ഥനാവരമേകും സ്നേഹനാഥേ. അപ്പൊ ഈ 12 ഹെബ്രായർ 12:17 പറയുന്ന യേശാവിന് അനുദപിക്കാൻ അവസരം കൊടുത്തില്ല എന്ന് പറയുന്ന ദൈവ നിലപാട് തന്നെയാണ് ആദത്തിനോട് കാണിച്ചിരിക്കുന്നത്. എന്താണ്? അവന് അനുദപിക്കാൻ അവസരം കൊടുത്തില്ല. അതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ അനുദപിക്കാനുള്ള അവസരം കിട്ടിയാൽ ഉടനെ ഈ ഇൻസ്റ്റേഷൻ നടക്കും. അനുതാപത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. അവൻ, അതായത് നമ്മൾ കൃപയിൽ എവിടെയായിരുന്നു, ബൈബിള് അവസാനിക്കുമ്പോൾ ചോദിക്കേണ്ട ചോദ്യമുണ്ട്. നീ എവിടെയായിരുന്നെന്ന് ചിന്തിക്കുക, ആ സ്ഥാനത്തേക്ക് നീ തിരിച്ചു വരിക. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 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 വെളിപാട് 2:4-5. വെളിപാട് 2-ാം അധ്യായം 4-ാം വാക്യം. എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. ആരോടാ ഈ പറയണത്? ഏത് സഭയോടാ പറയണത്? എഫേസോസിലെ സഭയ്ക്ക്. എഫേസോസിലെ സഭയ്ക്ക് എഴുതുന്നതാണ് ഈ വെളിപാട്. എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. എന്ന് പറഞ്ഞു. എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവിടിഞ്ഞു. അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അധംപതിച്ചതെന്ന് ചിന്തിക്കുക. അനുദപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. അനുതാപത്തിന്റെ ഒരു പ്രശ്നം അതാണ് വെച്ചാൽ, അനുതാപം അത്ഭുതകരമായ ഫലമാണ്. നിന്റെ പഴയ കൃപയിലേക്ക് നിന്നെ തിരിച്ചു കൊണ്ടുവരും. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 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 മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ. 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 ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നത യേശുവേ, അണയുന്നു ഞാൻ തിരുമുൻപിലായി അറിവോടെ നിന്നെ നോക്കണമേ. ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നത യേശുവേ, അണയുന്നു ഞാൻ തിരുമുൻപിലായി അറിവോടെ നിന്നെ നോക്കണമേ. അതായത് കൃപ പുനരുദ്ധരിക്കാനുള്ള ആദ്യ നടപടി എന്ന് പറയുന്നത് അനുതാപമാണ്. ഒരുപക്ഷെ ഞാൻ പറയും അവസാന നടപടി അത് തന്നെയാണ്. നമ്മൾ സ്നേഹമുള്ള ദൈവത്തോട് കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ സ്നേഹം പറഞ്ഞപ്പോഴാണ് ഒരു രസമുണ്ടായി. ഇപ്പം ഞാനെൻ്റെ മുറി ഇരിക്കിയിരുന്നു. അപ്പോൾ ഒരു ഈച്ച വന്നിട്ട് എൻ്റെ മുഖത്തടിക്കുന്നുണ്ട്. എൻ്റെ മുറിയിൽ അങ്ങനെ ഈച്ച കയറേണ്ട കാര്യമില്ല. പിന്നെ ആരെങ്കിലും ഇവരെ കിച്ചൻകാർ കാപ്പിയും കൊണ്ട് കയറുമ്പോൾ അതിൻ്റെ കൂടെ കയറി പോരണം. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര അലർജിയാണ് ഈ ഈച്ചയെ കാണുന്നത്. ഈച്ച വന്നിട്ട് എൻ്റെ നെറ്റിക്കടിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഞാനിങ്ങനെ തട്ടി കളയുന്നുണ്ട്. പിന്നെയും ഞാൻ ഇരുന്നുകൊണ്ട് എഴുതുക വരയ്ക്കുകയൊക്കെ വായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഈച്ച ചെവിയെ വന്നിരിക്കും. അപ്പോൾ ഇവിടെ കൊടുക്കും അടി. അപ്പം പിന്നെ ഈച്ച ഇവിടെ വന്നിരിക്കും. ഈച്ചയുടെ അവസ്ഥ അറിയാമല്ല, ഒരു ബുദ്ധിയും പോലും ഇല്ലാത്ത സാധനം. അത് നമ്മളെ ടാർഗറ്റ് ചെയ്താൽ പിന്നെ നമ്മളേക്കൊന്നും പോകത്തില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ വിറഞ്ഞിരിക്കുകയാണ്. അപ്പം ഞാനുടനെ വിറഞ്ഞാലും ഞാൻ കർത്താവിനെ വിളിക്കും. ഞാൻ പറഞ്ഞു, കർത്താവേ ഈ സാധനം ചത്ത് വീഴണമെന്നുണ്ടെങ്കിൽ ഇപ്പം ചത്ത് വീഴണം, ഒറ്റടി വെച്ച് കൊടുക്കും. എൻ്റെ നെറ്റിക്ക് വന്നിരിക്കുമ്പോൾ ഞാൻ കർത്താവിനോട് പറയണതാണ്. ഇപ്പം കർത്താവിൻ്റെ ഇരിപ്പുണ്ടല്ല, ഇപ്പോൾ മേമ്പൊടി ഈ ആൾക്കാരിങ്ങനെ കൊച്ചു കഥ പറഞ്ഞ പോലെ പറയുകയല്ല, ഉള്ള സത്യമേ പറയത്തുള്ളൂ. അതായത് ഞാൻ എൻ്റെ നെറ്റിക്ക് വന്നിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ ഞാൻ എന്നെ അടിക്കാൻ പോവുകയാണ്, ഈ ചത്ത് വീഴണത് ആണ് നിൻ്റെ തിരുമനസ്സെങ്കിൽ ഇപ്പം ചത്ത് വീഴണമെന്ന് പറയും. ഞാൻ ഒറ്റ അടി വെച്ച് കൊടുത്ത് എൻ്റെ കണ്ണട 2 കഷ്ണമായിപ്പോയി. എന്ത് പറയാനാണ്. ഞാനും മനോജും ഡ്രൈവറും കൂടി ഉടനെ കണ്ണടയും പിടിച്ച് അത് ഉണ്ടാക്കിയ സ്ഥലത്തേക്ക് പോയി. ചേർത്തല വാങ്ങിച്ച സ്ഥലത്തേക്ക്. ഞാൻ 2 കഷ്ണമായിപ്പോയി നിങ്ങൾ തന്ന കണ്ണട. ഞാൻ അടിച്ചതാണെന്നുള്ളതാണ് സത്യമാണ്. ഞാൻ അവരോട് മറച്ചൊന്നും വെച്ചില്ല. പക്ഷേ ഈ കണ്ണട എന്ന് ചെയ്യാൻ പറ്റുമോ, അതോ വേറെ കണ്ണട വാങ്ങിക്കണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറയണത് ഇത് ഞങ്ങളുടെ കണ്ണട അല്ലെന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ടാണ്, ഇതെന്ത് പരിപാടി. എനിക്കാണെങ്കിൽ കുറേ ദിവസമായിട്ട് കണ്ണ് കഴക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് ഈ കണ്ണട വെച്ചിട്ടും എനിക്ക് കണ്ണ് കാണാനൊന്നും പറ്റണില്ല. ഞാൻ അലക്സത്തിനോട് ചോദിക്കുകയായിരുന്നു ഒരു ദിവസം, അച്ഛൻ എന്താ 2 കണ്ണടയും വെച്ചുകൊണ്ടിരിക്കണമെന്ന്. അതാണ് അലക്സത്തിന് അതേ പോകുമ്പോൾ ഞാൻ 2 കണ്ണടയും വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ കാര്യം, ഒരു കണ്ണട ഓൺലൈനിൽ വരുത്തിച്ച് ഈ റീഡിങ് ക്ലാസ്, ഈ ക്ലാസ്സിൻ്റെ കൂടെ വേറൊരു റീഡിങ് ക്ലാസ് കൂടി വെച്ചിട്ട് പോലും അക്ഷരങ്ങൾ ഡബിളായിട്ട് കാണുന്നു. എന്തായാലും വേറെ മാർഗമൊന്നുമില്ല, കാശ് കൊടുത്ത് മേടിച്ചതല്ലേ, ഇത്രയും നാളല്ലേ അയാൾ മേടിച്ചിട്ട്. ഇനി ഇത് പെട്ടെന്ന് വേറെ മേടിക്കുമ്പോൾ ധാരാളിത്തമായി പോകത്തില്ലേ. അതുകൊണ്ട് കണ്ണ് കഴിച്ചെങ്കിലും ഞാൻ കരു അടിച്ചെങ്കിലും ഇങ്ങനെ സഹിച്ചിരിക്കുമ്പോഴാണ് ഈച്ച വരുന്നത്. കൊടുത്തനടി 2 കഷ്ണം. അപ്പോൾ അവർ പറഞ്ഞു, അച്ഛ ഇത് ഞങ്ങൾ തന്ന കണ്ണടയാണിത്, പക്ഷെ 6 കൊല്ലം മുമ്പ് തന്നതാണ്. അച്ഛൻ 4 മാസം മുമ്പ് ഒരു കണ്ണട ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അത് ശരിയാ, അതാണ് ഇതെന്ന് പറഞ്ഞ് ഞാൻ വെച്ചോണ്ട് നടക്കണത്. രതീഷ് പറ്റിച്ച പണിയാണ്. ഞാൻ അമേരിക്ക ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ രതീഷ് ഒരു കണ്ണട എടുത്ത് എൻ്റെ ബാഗിൽ വെച്ച് തന്ന്. അതുകൊണ്ട് ഞാൻ അവിടെ കൊണ്ട് നിർത്തിയപ്പോൾ എൻ്റെ കണ്ണൊക്കെ കഴക്കുന്നുണ്ട്. തിരിച്ചത് തന്നെ കൊണ്ടുപോകും. എനിക്കറിയാൻ പാടില്ല. ഞാനോട് ഇത് തന്നെ എനിക്ക് നമ്മൾ വാങ്ങിച്ച കണ്ണടയത്തെ പറഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തിരിച്ചു വന്നപ്പോൾ അത് വെച്ചിട്ട് നടക്കുകയാണ്. കണ്ണാണെങ്കിൽ കണ്ണ് കാഴ്ച പോവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് ഇനി മുന്നോട്ട് പോകുന്നത് ശരിയല്ലെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് ഈ സാധനം അടിച്ച് പൊട്ടിച്ച്. പക്ഷേ കണ്ണട ചെന്നപ്പോൾ കടയിൽ ചെന്നപ്പോൾ അവർ പറയുകയാണ്, ഇത് ഞങ്ങൾ തന്ന 6 കൊല്ലം മുമ്പ് തന്ന കണ്ണടയാണ്. അച്ഛൻ്റെ കണ്ണൊന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് കണ്ണ് ടെസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞ് ഈ ടെസ്റ്റെല്ലാം മാറിയിരിക്കുകയാണ്. അച്ഛൻ്റെത് കണ്ണിൻ്റെ പവർ കൂടിയിട്ടുണ്ട്. ഇത് 6 കൊല്ലം മുമ്പുള്ള പവറാണിത്. അവിടെ ഒരു രജിസ്റ്റർ ഉണ്ട്. ഇപ്പോഴത്തെ വേറെയാണ്. ഇപ്പോഴത്തെ കണ്ണടയ്ക്കുള്ള ടെസ്റ്റ് അച്ഛൻ 4 മാസം മുമ്പ് നടത്തിയതിൻ്റെ കണ്ണട തന്നിട്ടുണ്ട്. അതിവിടെ ഉണ്ട് നോക്കാൻ പറഞ്ഞ്. ഇവിടെ ഒന്ന് നോക്കിയപ്പോൾ ഉണ്ട് സ്റ്റോറിൽ അത് ഇരിപ്പുണ്ട്. ആ പുതിയ കണ്ണട മേടിച്ചിട്ട് സ്റ്റോറിൽ ഇരിപ്പുണ്ട്. പഴയ കണ്ണടയെ വെച്ച് കണ്ണും കടച്ച് നടക്കുകയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈച്ച അല്ലാതെ മാതാവ് ഒരു പണി ചെയ്തിരിക്കണത് എന്താണ്, ഞാൻ കണ്ണട മാറ്റുകയെന്ന് അമ്മയ്ക്കറിയാം. കണ്ണട കാശ് കൊടുത്ത് മേടിച്ച സാധനം മാറ്റുകയില്ല. അത് കണ്ട് ഈ സാധനം തല്ലിപ്പൊട്ടിച്ചാൽ മാത്രമേ ആ പഴയ കണ്ണെടുത്ത് വെക്കത്തുള്ളൂ, കണ്ണട അന്വേഷിക്കത്തുള്ളൂ. നോക്കിയേ, ദൈവം എന്തുമാത്രമാണ് മനുഷ്യനെ സ്നേഹിക്കണത്. ഇത് നിങ്ങളുടെ എല്ലാ ജീവിതത്തിലുണ്ട്. ഒരു കാര്യം പോലും, നിങ്ങളുടെ നിസ്സാര കാര്യം പോലും നമുക്ക് ഈ അനുതാപം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ദൈവസ്നേഹത്തെക്കുറിച്ച് അനുഭവിച്ച് കഴിയുമ്പോഴാണ് ഇത്ര നല്ല ദൈവത്തോട് ഞാൻ അപരാധം, ആ വാക്ക് കേട്ടില്ല എന്ന് നോക്കണം. അവിടെ ഒരു അനുതാപം. അപ്പം അനുതാപം ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകത്തില്ല. എങ്ങനെ ഉണ്ടാകും? ദൈവസ്നേഹം കൂടണം. ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവായ ദൈവമേ, എനിക്ക് അനുതാപം ഉണ്ടാകാൻ ആവശ്യമായ ദൈവസ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ദൈവസ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, മഹത്വം, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്ര നല്ല ദൈവത്തോടും എന്തു ചെയ്തും നന്ദി ചൊല്ലിടും.
ഇത്ര നല്ല ദൈവത്തോടും ഇന്നു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ നിന്നെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ആദ്യം പറഞ്ഞ ഒരു സഹായം ഇപ്പൊ വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് പറയണം, സഹായകനായ പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണമേ, എന്നെ കർത്താവ് സ്നേഹിച്ച അതെല്ലാം എന്നെ അനുസ്മരിപ്പിച്ച് തരണമെന്ന് പ്രാർത്ഥിക്കണം. ഒന്ന് പറഞ്ഞ സഹായകനായ പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണമേ, എന്നെ കർത്താവ് സ്നേഹിച്ച സാഹചര്യങ്ങളെയും സമയങ്ങളെയും എന്നെ അനുസ്മരിപ്പിച്ച് തരണമേ. അപ്പൊ അത് ഇന്ന ജാതി എന്നൊന്നുമില്ല, ആരെ വേണമെങ്കിലും ദൈവം സഹായിക്കും. നമുക്കൊരു അനുതാപം ഉണ്ടായാൽ മതി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായി. സാക്ഷ്യം പറഞ്ഞ കക്ഷിയുടെ പേര് അതായത് സ്മിത മാർട്ടിൻ. സ്മിത മാർട്ടിൻ്റെ പ്രശ്നം, അവൾക്ക് അധികം പൈസയൊന്നും ഇല്ല. IELTS എഴുതി കുറച്ച് കാശ് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി IELTS എഴുതണോ അതോ വേറെ എന്തെങ്കിലും കോഴ്സ് ചെയ്യണമെന്നാണ് സ്മിത ചോദിക്കണത്. അപ്പോൾ അത് ഓഫീസിൽ എന്തെങ്കിലും പറഞ്ഞ് ഞങ്ങൾക്കൊരു ചീട്ട് വേണം, അച്ഛനെ കാണണം, അച്ഛനോട് ചോദിക്കണം IELTS എഴുതണോ അതോ ഞങ്ങൾ വേറെ വല്ല കോഴ്സും ചെയ്യണം, മെസ്സേജ് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ സ്മിതയ്ക്ക് ഉടമ്പടി ഇല്ലാത്ത കൊണ്ട് ഓഫീസിൽ നിന്ന് പറഞ്ഞ് നീ ഉടമ്പടി എടുത്തിട്ടില്ലല്ലോ, നീ 18 വയസ്സ് കഴിഞ്ഞതല്ലേ, നീ ആദ്യം ഉടമ്പടി എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ വിഷയം സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അവളുടെ അമ്മയ്ക്ക് ഉടമ്പടി ഉണ്ട്. പക്ഷേ ഇത് ഇവളുടെ പ്രൈവറ്റ് കേസായത് കാരണം അവൾക്ക് വയസ്സ് 18 കഴിഞ്ഞ കാരണം ഉടമ്പടി എടുക്കാൻ ബാധ്യതയാണ്. അപ്പോൾ അവൾ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ ഉടനെ വീണ്ടും പറഞ്ഞു നമുക്കിനി മെസ്സേജ് ചോദിക്കാമല്ലോ എന്ന് പറഞ്ഞ്. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ ഹോൾ ടിക്കറ്റ് ഇല്ലല്ലോ, ഹോൾ ടിക്കറ്റ് ഉണ്ടെങ്കിലല്ലേ അച്ഛൻ്റെ അടുത്ത് വരാൻ പറ്റത്തോ, രേഖ വേണ്ടേ. അപ്പോൾ ഹോൾ ടിക്കറ്റ് വരുമ്പോൾ വരാം. അപ്പോൾ എന്തിൻ്റെ ഹോൾ ടിക്കറ്റാണ് അറിയത്തില്ല, എങ്ങനെ അറിയും. അപ്പോൾ പറഞ്ഞ് അപ്പോൾ അമ്മയും മകളും കൊണ്ട് ഇരുന്നിട്ട് ഡിസ്കസ് ചെയ്യേ. അമ്മയും മകളും കൊണ്ട് ഡിസ്കഷനാണ്, എങ്ങനെയാണ് നമ്മൾ IELTS എടുക്കണം. അപ്പോൾ അവൾ പറഞ്ഞ് അമ്മ പറയണം ഞാൻ എടുത്തോളാം, കാര്യം കാശ് കുറേ ചിലവാകും, 10-35,000 രൂപ ചിലവാകും. അപ്പോൾ അമ്മ പറയും ഇനിയും കാശ് കളയാൻ ഞാൻ കുടുംബത്തിലുണ്ട്. അപ്പോൾ അമ്മ പറയാതെ ഞാൻ എടുക്കത്തില്ല, അപ്പനോട് ചോദിക്കണ്ടേ. അപ്പോൾ പറഞ്ഞ് നമ്മൾ ജയിക്കുമെങ്കിൽ എടുത്താൽ മതിയല്ല, ഇത് നമ്മൾ ജയിക്കുമെങ്കിൽ IELTS എടുത്താൽ മതിയല്ല, വെറുതെ കാശുകളുടെ കാര്യമുണ്ട്. അത് മകൾ ചോദിക്കുകയാണ്. അപ്പോൾ അമ്മ പറയും എടി നമ്മൾക്ക് കുറച്ച് കഴിയുമ്പോൾ അമ്മ നമ്മളോട് പറയും എന്തെടുക്കണമെന്ന്, നീ നോക്കിക്കൂ എന്ന് പറയും. നീ നോക്കിക്കോ. അപ്പോൾ അമ്മയ്ക്ക് ദർശനവരം കിട്ടി ഉടനെ. അതാ പറയണത്, ഈ ദർശനവരം എന്നൊക്കെ പറയണത് നിങ്ങൾ ഓർക്കണം, ദൈവത്തെ ആത്മാർത്ഥവും അനുതാപത്തെ അന്വേഷിക്കുന്ന എല്ലാവരെയും ദൈവം സഹായിക്കും. നമ്മുടെ വിഷയം സഹായമല്ലേ. അപ്പം തന്നെ പരിശുദ്ധാത്മാവ് അമ്മയെ സഹായിച്ചു. അമ്മയ്ക്കൊരു ബോധ്യം കിട്ടി. അമ്മ ഉടനെ പറഞ്ഞു നീ നോക്കിക്കോ, കുറച്ച് കഴിയുമ്പോൾ നോക്കിക്കോ, നീ എടുക്കേണ്ട വിഷയം പരിശുദ്ധ അമ്മ കൃപാസന മാതാവ് തന്നെ പരിശുദ്ധാത്മാവിന് നമ്മളോട് സംസാരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ഇവള് പറഞ്ഞ് എനിക്ക് മനസ്സിലായി, എന്നോടും അമ്മ പറഞ്ഞായിരുന്നെന്ന് പറഞ്ഞു. അപ്പം നീ പറഞ്ഞു നിന്നോട് എന്താ അമ്മ പറഞ്ഞത്? അല്ല, അമ്മയോട് എന്താ പറഞ്ഞത്? അപ്പോൾ എന്നോട് പറഞ്ഞത് ഇപ്പം നീ ഉടമ്പടിയുടെ താഴെ വന്നിട്ട് മാതാവിന് അവിടെ പോകുകയല്ലേ, പ്രദക്ഷിണത്തിന് പോകുകയല്ലേ, അപ്പം മാതാവിന് നിൻ്റെ കൈ കിട്ടിയാൽ അതിൻ്റെ അർത്ഥം നീ IELTS എടുക്കണമെന്നാണ്. അതാണ് അമ്മക്ക് കിട്ടിയ വെളിപാട്. ഉടനെ ഇവള് പറയും എനിക്കും കിട്ടിയത് അതാണ് അമ്മ എന്ന് പറയും മാതാവിന്. പക്ഷെ മാതാവിനെ കിട്ടാൻ പാടാണ്. 25 പേരുണ്ട് ആ ഗ്രൂപ്പിൽ. 25 പേരിലെ ഇവൾക്ക് ഇവളെടുക്കണ ലോട്ടിൻ്റെ അകത്ത് മാതാവ് ഉണ്ടാകണം. ആ ഒരൊറ്റ തെളിവേ ഉള്ളൂ. അപ്പോൾ ഇവർ ചെന്ന് ഇവളുടെ അമ്മ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന, അവൾ അവിടെ സ്റ്റേജിൽ പോയി ലോട്ട് കിട്ടിയപ്പോൾ ഇവൾക്ക് മാതാവിനെ കിട്ടി.
അപ്പോഴേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാതാവിനെ പിടിച്ചുകൊണ്ട് മുത്തുക്കുടയുടെ താഴെക്കൂടി വരണമ്പോൾ അമ്മ ഇങ്ങനെ ഇവിടെ ഇരുന്ന് വെച്ചാൽ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ മകളുടെ കൈ മാതാവ് ഇരിക്കണം. എൻ്റെ അമ്മയെന്നും പറഞ്ഞ് ഇവർ പെസര് പോലെ ഓടിച്ചെന്ന് മാതാവിനെ കെട്ടിപ്പിടിച്ചു ഉമ്മ വെച്ച്. അമ്മേ ഞങ്ങളെ വിട്ടുപോയിട്ടില്ലല്ലേ? അപ്പം പറഞ്ഞു ഇനി എത്ര 1000 രൂപ പോയാലും കുഴപ്പമില്ല, നമ്മളായിട്ട് പാസ്സാകുന്നു. അതാ വിഷയം. അത് തീരുമാനം കണ്ട ഇത് അന്തർദർശനമെന്ന് പറയും. അന്നാളുകളിൽ നിങ്ങളുടെ യുവാക്കന്മാർ ദർശനങ്ങൾ കാണുമെന്ന് പറഞ്ഞില്ലേ? പിതാക്കന്മാർക്ക് സ്വപ്നങ്ങൾ ഉണ്ടാകുമെന്ന്. അതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണത്. ഒന്ന് എടുത്ത് ടെക് ദ ബെഡ് ഓഫ് ഗോഡ് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ജോയൽ 2:28. ജോയൽ 2:28. അന്ന് ഇങ്ങനെ സംഭവിക്കും. അന്ന് ഇങ്ങനെ സംഭവിക്കും. എല്ലാവരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. അപ്പൊ ഇതെന്ന് പറയുന്നത് സഹായമാണ്. നമ്മുടെ സബ്ജക്റ്റ് സഹായമല്ലേ? അപ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നപ്പോൾ ദൈവം നമ്മളെ സഹായിക്കുകയും, അപ്പം സഹായിക്കണം. ഉടമ്പടിയിലാണെങ്കിലുണ്ടല്ലോ സഹായം പെട്ടെന്നാണ് കിട്ടണത്. എന്താ കാര്യം? അവർക്ക് അമ്മയ്ക്കും മകൾക്കും ഒരേ സമയം തന്നെ ദർശനം കൊടുത്തു. ഞാനാണ് നിങ്ങളുടെ കയ്യിൽ വരണമെന്നുണ്ടെങ്കിൽ ഈ കാര്യത്തിൽ നിങ്ങളുടെ തീരുമാനം കറക്റ്റായിരിക്കുമെന്ന്. പക്ഷേ ഇവൾ തോറ്റുപോകും. IELTS എഴുതി. അപ്പം ഇവർക്ക് അപ്പനെയും മകൾക്കും അമ്മയ്ക്കും എല്ലാം സങ്കടം. പക്ഷേ അപ്പം പറയും നോ നോ നോ, അമ്മ പറഞ്ഞിട്ടല്ലേ നമ്മൾ IELTS എടുത്തത്. അപ്പം നിങ്ങളിങ്ങനെ വിശ്വാസിച്ച് നിൽക്കണ കാണുമ്പോൾ ഒരാൾ വന്ന് ചോദിക്കും എന്താ സങ്കടം ഇങ്ങനെ IELTS തോറ്റു എന്ന് പറയാം. തോറ്റു എന്ന് പറയുമ്പോൾ അത് റീവാലുവേഷൻ കൊടുത്താൽ പോരെ. അപ്പോൾ റീവാലുവേഷൻ കൊടുക്കുക. അതിവർക്ക് അറിയത്തില്ല. എല്ലാവർക്കും അറിയാം, പക്ഷേ ഇവർക്ക് അറിയത്തില്ല റീവാലുവേഷൻ കൊടുക്കണമെന്ന്. റീവാലുവേഷൻ കൊടുക്കണമെങ്കിൽ പിന്നെ അത്രയും കാശ് തന്നെ അടക്കണം. അത്രയും അടക്ക് വീണ്ടും നമ്മൾ ഈ പേപ്പർ അല്ലെങ്കിൽ സൈറ്റ് നോക്കാൻ കൊടുക്കണം. അപ്പം അത്രയും പൈസ അടച്ചിട്ട് അപ്പം പറയും കുഴപ്പമില്ല, മാതാവല്ലേ നമ്മളോട് IELTS എടുക്കാൻ പറഞ്ഞത്, അതുകൊണ്ട് റീവാലുവേഷൻ കൊടുക്കുമ്പോൾ ഇപ്പം നീ എഴുതിയപ്പോൾ തോക്കുമെന്ന് ഉറപ്പല്ലേ? എഴുതിയപ്പോൾ തോറ്റു. ഇനി നീ റീവാലുവേഷൻ ജയിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതിൻ്റെ കഴിവല്ല, അമ്മയുടെ കൃപയാണെന്ന്. അതുപോലെ റീവാലുവേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോഴുണ്ട് അവൾ ജയിച്ച്. അപ്പോൾ ഇതൊരു സ്റ്റോറിയാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് ഉടമ്പടി എന്ന് ഓരോ ഉടമ്പടിയും ഓരോ ദൈവാനുഭവത്തിൻ്റെ സുവിശേഷമാണ് എല്ലാം. പക്ഷേ ഇത് ഫോളോ ചെയ്യുമ്പോൾ നമ്മളെപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഇൻറ്റേരിയം പീരീഡിന് വേണ്ടിയുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റായിട്ട് ദൈവവുമായിട്ട് നിങ്ങൾ നീങ്ങിയാൽ ഇതുപോലുള്ള വലിയ കാര്യങ്ങൾ ദൈവമായിട്ട് നിങ്ങളവിടെ ചെയ്യത്തില്ല. ഇതിപ്പോൾ ദർശനങ്ങളിലേക്ക് പോവില്ല, അവർ പ്രവചനങ്ങളിലേക്കും ദർശനങ്ങളിലേക്കും പോകണില്ലെന്ന്. വലിയ കാര്യങ്ങളാണ്. ഇതിന് വലിയ കാര്യങ്ങളെന്നാണ് പറയണത്. ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കുകയും ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നിങ്ങൾ കാണുകയും ചെയ്യും. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോഹന്നാൻ 1:50. യോഹന്നാൻ 1:50. യേശു പറഞ്ഞു അത്തിമരത്തിന്റെ ചുവട്ടിൽ നിന്നെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ എന്നിൽ വിശ്വസിക്കുന്നു. അല്ലേ? എന്നാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും. പ്രൈസ് ദി ലോർഡ്. അതായത് സ്വർഗീയമായ കാര്യങ്ങളെക്കുറിച്ചാണ് പിന്നീട് സംസാരിക്കുന്നത്. ഇപ്പം സ്വർഗീയമായ മേഖലയിലെ അതുപോലെ തന്നെ പ്രവചനങ്ങൾ, ദർശനങ്ങൾ, സ്വപ്നങ്ങൾ ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നീ ഉടമ്പടിയുടെ 2ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ അർത്ഥം. ഇപ്പോൾ ഒരു മകള് ഇന്നലെ ഒരു സാക്ഷ്യം പറഞ്ഞത് അവളുടെ കോളേജിൻ്റെ അമ്മ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ കോളേജിൻ്റെ വാതിക്കൽ മഴവില്ല് തെളിഞ്ഞു നിൽക്കുന്നു. അവൾ ഉടനെ മൊബൈൽ എടുത്തിട്ട് അമ്മയ്ക്ക് അയച്ചു കൊടുത്തു. അമ്മേ ഉടമ്പടി എടുത്തല്ലേ,
ദേ അമ്മ മഴവില്ലുമായി എൻ്റെ മുമ്പിൽ നിൽക്കണമെന്ന്. അതായത് അടയാളം കണ്ടുകൊണ്ടേയിരിക്കും, വലിയ കാര്യങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ബൈബിൾ എപ്പോഴും പറയണത് കാണുന്ന കാര്യങ്ങൾ വളരെ സീരിയസ് ആണ്, അവന് കേൾക്കുന്ന കാര്യങ്ങൾ. ഉടമ്പടിക്ക് രണ്ടുമുണ്ട്. ഉടമ്പടിക്ക് 3 കാര്യങ്ങളുണ്ട്. കാണുന്ന കാര്യങ്ങളുണ്ട്, കേൾക്കുന്ന കാര്യങ്ങളുണ്ട്, പിന്നെ എന്താണ്, ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ദൈവമായിട്ട് ഇടപെടുന്നതെല്ലാം ഈ ഒരു 3 ഘട്ടങ്ങളെയും അഡ്രസ്സ് ചെയ്യേണ്ടി വരും. കാണുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങൾ, ചെയ്യുന്ന കാര്യങ്ങൾ. എന്താ കാര്യം വെച്ചാൽ സാക്ഷ്യത്തിൻ്റെ അകത്തെല്ലാം ഇതെല്ലാം സാക്ഷ്യത്തിലേക്ക് നമ്മൾ നയിക്കണമെങ്കിൽ ഈ 3 കാര്യങ്ങളും ഒരുമിച്ച് കൺകർ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങളെന്ന് വെച്ചാൽ പ്രാർത്ഥന മാത്രം കൊണ്ടിരുന്ന സാക്ഷ്യം ഉണ്ടാകത്തതെന്നായി പറയണതിൻ്റെ അർത്ഥം. പിടിയാ, നിങ്ങൾക്ക് പലർക്കും അബദ്ധം പറ്റണത് ചുമ്മാ ഇത് പ്രാർത്ഥനയാക്കി മാത്രം കളയും. പ്രാർത്ഥനയല്ല, പിന്നെ എന്താണ്, അതിൻ്റെ അകത്ത് പ്രവർത്തനങ്ങളുണ്ട്, പ്രഖ്യാപനങ്ങളുണ്ട്. ശ്രുതിയുടെ മക്കളെ യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.